ഹലോ, ഇന്ന് നമ്മുടെ ഗ്യാരേജിൽ വന്നൊരു വണ്ടിയാട്ടോ. വണ്ടി മറ്റേ ഡ്യൂവറ്റില്ലേ, ഹീറോയുടെ ഡ്യൂവറ്റാണ്. നേരം അതിന് പുകയായിട്ട് വന്നേ. പുകയല്ല, ഓയിൽ തീർന്നതായിരുന്നു. നേരം ഞാൻ ഓയിൽ ഒഴിച്ചെടുത്തുകൊണ്ട് വന്നതാണ്. അതിൻ്റെ പിസ്റ്റൻ്റെ ഇതാണ്, പിസ്റ്റൻ വർക്കാണ്. പിസ്റ്റൻ വർക്ക് ഞാൻ കിറ്റ് മാറുന്നില്ല. നേരം ബഡ്ജറ്റ് കുറവാണ്. അന്നേരം ബോർ ചെയ്തിടുവാണേ. ബോർ ചെയ്തെന്ന് വെച്ചാൽ ഇത് ഓവർ സൈസ് ആക്കിയെടുക്കാനാണ്. ഇതിൻ്റെ ഈ ക്ലീനിങ് ഭയങ്കര പ്രധാനമാണ് കേട്ടോ. ക്ലീൻ ചെയ്തത് കറക്റ്റായില്ലെങ്കിൽ നമ്മൾ പുതിയ പാക്കിങ് ഇട്ടാലും അതുവഴി ലീക്ക് വരുവേ. അങ്ങനെ നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ മാക്സിമം, ഞാനൊക്കെ ഫസ്റ്റ് പണി പഠിക്കുന്ന സമയത്ത് ഈ ആദ്യം ചെയ്യുന്നത് എഞ്ചിൻ വർക്ക് നമുക്ക് ചെയ്യാൻ അറിയത്തില്ലല്ലോ. കാരണം ആദ്യം നമ്മൾ ഈ പാക്കിങ് ക്ലീൻ ചെയ്യാനാണ് പഠിക്കുന്നത്. ഈ സാധനം നല്ല സ്മൂത്തായിട്ട് ക്ലീൻ ചെയ്ത് അതിനകത്ത് പാക്കിങ് വരും. ഈ ഒരു പാക്കിങ് ഉണ്ടാ ഇടുക ചെയ്യുന്നത്. അതായത് സിലിണ്ടർ പാക്കിങ്ങാണിത്. സിലിണ്ടർ പാക്കിങ് ഇത് ഞാൻ ഒറ്റയ്ക്ക് വീഡിയോ എടുക്കുന്നുണ്ട്. അതിൻ്റെതായിട്ടുള്ള പരിമിതികളുണ്ടാവും. എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. പാക്കിങ് എടുത്ത് കറക്റ്റായിട്ട് ഈ സാധനം ഇത് പാക്കിങ് എന്ന് വെച്ചാൽ കട്ടിയുണ്ട്. എന്നാലും പേപ്പറിൻ്റെ പോലത്തെ ഒരു മെറ്റീരിയൽ. പേപ്പറും വേറെ എന്തൊക്കെയോ മിക്സ് ചെയ്തൊരു മെറ്റീരിയലല്ലേ. വളരെ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ പുതിയ പാക്കിങ് മേടിക്കേണ്ട അവസ്ഥ വരും. ഇത് വടങ്ങിപ്പോയി. കറക്റ്റ് ആ ഒരു ഡയമീറ്റർ കറക്റ്റ് വരുന്നതുകൊണ്ടാണ് ഇത്ര ടൈറ്റായിട്ട് വരുന്നത്. ഇത് ഈ സ്റ്റഡിനകത്തൂടെ ഓയിൽ പമ്പാകുന്നത്. ഈ സ്റ്റഡ് കണ്ട, ഇതുവഴിക്ക് ഈ ഹോൾ കണ്ട, അതുവഴിയാണ് ഓയിൽ പമ്പായിട്ട് ടോപ്പിലോട്ട് കയറി വരുന്നത്. അതും ഈ ഒരു ഹോളുണ്ടല്ലോ, ഈ ഹോൾ വഴിയൊക്കെ വരുന്നത്. പാക്കിങ് നമ്മളിട്ട് കഴിഞ്ഞ് സിലിണ്ടർ ഞാൻ കാണിച്ചു തരാം. അത് ട്രാപ്പ് ചെയ്ത് നല്ല വൃത്തിയായിട്ടായിരുന്നു. നമ്മളിവിടെ ക്വാളിറ്റി എന്ന് പറഞ്ഞിട്ടൊരു ലേറ്റ് വർക്കുണ്ട്. പിന്നെ നൈസായിട്ട് നല്ല വൃത്തിയായിട്ട് ചെയ്ത് തരും. നമുക്കത് സെറ്റ് ചെയ്യാൻ നേരം കാണുമ്പോൾ എൻ്റെ ഒറിജിനൽ സിപ്പ് പിസ്റ്റനാണ് ഇട്ടിരിക്കുന്നത്. പിസ്റ്റനകത്ത് എന്താ ഒരു പിസ്റ്റൺ ഓൾറെഡി ഞാൻ സെറ്റ് ചെയ്ത് വെച്ചേക്കുവാണ്. നിങ്ങൾക്ക് അതിൻ്റെ റിങ്സ് സെറ്റ് ചെയ്യുന്നത് കാണണമെങ്കിലേ എന്നോട് പറഞ്ഞാൽ മതി, കമൻറ്റ് ചെയ്താൽ മതി. ഞാനന്നേരം അത് കാണിച്ചു തരാം. ഇത് ലോക്ക് വരും. ഇത് പിസ്റ്റൻ്റെ ലോക്കാണ്. പിസ്റ്റൻ്റെ പിന്ന് വരുന്നതാണ്. ഇത് പിസ്റ്റൻ പിന്ന്. ഈ പിന്നാണ് കണക്റ്റിൻ്റെ അതിനകത്ത് കയറി പോകുന്നത്. അത് ലോക്ക് ചെയ്യുന്നത്, അത് പിസ്റ്റനെ ലോക്ക് ചെയ്ത സാധനമാണിത്. അത് നമ്മൾ ഈ ഒരു പിസ്റ്റണിൽ ഒരു വെട്ട് വരും. ആ വെട്ടിലിടണം. ഇവിടെ വെട്ടേണ്ട, ഈ വെട്ടിടണം. ആ വെട്ടിടുമ്പോൾ ഫസ്റ്റ് നമ്മൾ ടൈമിംഗ് ചെയിൻ കയറി പോകുന്നൊരു ഭാഗമുണ്ട്, അത് വഴി ഇടണം. അവിടെ ലോക്ക് ഇടണം. അത് ലോക്ക് ഇട്ടില്ലെങ്കിൽ നമുക്ക് പിന്നെ ബുദ്ധിമുട്ടായിരിക്കും. ആ ഓപ്പോസിറ്റ് സൈഡ് ഇവിടെ ഫ്രീ ആയിട്ട് കിടക്കുവാണ്. ഇപ്പോൾ ഓപ്പർ സൈഡ് ഇതുവഴി നമുക്ക് ലോക്ക് വെളിയിൽ വെച്ചിടാൻ പറ്റും. ആദ്യത്തെ ഒരു ലോക്ക് ഇവിടെ ഇട്ട് വെക്കണം. ഞാൻ ഇത് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം. എനിക്ക് ഒറ്റ കൈ കണ്ടിട്ടേ വീഡിയോ എടുക്കാൻ പറ്റാത്തതുകൊണ്ട്, അല്ല രണ്ട് വേണ്ടതുകൊണ്ട് ഞാനൊന്ന് പാസ് ചെയ്യാം. വളരെ ശ്രദ്ധയോടെ ഇടണം കേട്ടോ. ഇത് നമ്മൾ ഇടുന്ന കൂട്ടത്തിൽ ഈ പിസ്റ്റന് ക്രാക്കൊന്നും വീഴാതെ ഇടണം. കണ്ട ആ ലോക്ക് കിടക്കുന്നുണ്ട് ഇവിടേൽ. വീഡിയോ എത്രത്തോളം കാണാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. അത് ഫോക്കസ് ചെയ്ത് നോക്കട്ടെ. കാണാമോ നിങ്ങൾക്ക്? അല്ല, ലോക്ക് വീണയുണ്ട. എൻ്റെ പിസ്റ്റൻ പിന്നാണിത്. പിസ്റ്റൻ പിന്നെ ഇപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റിൽ കൂടി ഇട്ട് വെക്കുവാണെങ്കിൽ നമുക്ക് എളുപ്പമായിരിക്കും. പകുതി കുറച്ച് ഇട്ട് വെച്ചാൽ മതി. ഇട്ട് വെച്ചിട്ട് ഇത് ഓയിൽ റിങ്ങാണ്. ഓയിൽ റിങ്ങിൻ്റെ ഓപ്പോസിറ്റ്. അത് ചെറുതായിട്ട് വെളിച്ചാടിക്കുവാണ്, കുഴപ്പമില്ല. കയറിയിട്ടുണ്ട്, ഇപ്പം കറക്റ്റായിട്ടുണ്ട്. ഇപ്പോൾ ഓപ്പോസിറ്റ് സൈഡ് നമ്മൾ പിസ്റ്റൺ കയറ്റി ഇടാൻ നേരം, സിലിണ്ടർ കയറ്റി ഇടാൻ നേരം, ക്രാങ്കിലോട്ട് കയറ്റി ഇടാൻ നേരത്തേക്ക് അത് സെറ്റ് ചെയ്യാം. ഈ സിലിണ്ടറിലോട്ട് കയറ്റാം. ടൈമിംഗ് ചെയിൻ സൈഡ് നോക്കിയാൽ മതി. ടൈമിംഗ് ചെയിൻ വരുന്ന സൈഡിൽ ഈ ഒരു വെട്ട് കാണും. ഈ സൈഡ് വേണ്ട,
ഡയമൻസിയുടെ അപ്പർ സൈഡ് ഒരു കേസിലും ക്രാങ്ക് കേസിലും അതുപോലൊരു വെട്ട് കാണുമേ. അത് നോക്കി നമ്മൾ ഇട്ടാൽ മതി. ഇത് നല്ല ബഫറിങ് ആയിരിക്കും എന്നറിയാം വീഡിയോ ആയി, പക്ഷേ ഞാൻ ഒറ്റയ്ക്ക് ചെയ്യുന്നുള്ളൊരു ബുദ്ധിമുട്ടാണ്. എന്നിട്ട് എൻ്റെ കൺട്രി കാർഡ് ഇത് ഞാൻ ഇട്ട് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. എനിക്ക് ഒറ്റയ്ക്ക് കൺട്രി കാർഡ് അതിൽ ക്രിസ്ത്യൻ പിൻ ഇട്ടിട്ടുണ്ട്. കേട്ടിട്ടുണ്ട്. ഇനി അപ്പുറത്ത് ഓപ്പോസിറ്റ് സൈഡ് ലോക്ക് ഇട്ടില്ലേ, അതുപോലെ ഇവിടെ ഒരു ലോക്ക് വരും. ആ ലോക്ക് ഇടണം. ആ ലോക്ക് ഇടട്ടെ. ഇതിൻ്റെ വാൽവ് വരുന്നതേ, ഇത് ഇൻലെറ്റ് വാൽവാണ്. തന്നെ കണ്ട, ഇത് വലിയ വാൽവാണ് വരുന്നതേ. ഇത് നോക്കിയിട്ടാൽ മതി. ഇത് എപ്പോഴും നമ്മൾ സാധാരണ ഈ ബിഗിനേഴ്സിനെ കുറിച്ച് ആൾക്കാരോടാണ് പറയുന്നത്, പഴയ ആശാന്മാരോടൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ, അവർക്കൊക്കെ അറിയാമല്ലേ. ഇത് ചെറിയ വാൽവ് അടിയിലും വരും, വലിയ വാൽവ് മുകളിലും വരും. അതിൻ്റെ വെട്ടാണിത്. അന്നേരം ഈ അക്ഷരം നോക്കിയിട്ട് തിരിച്ചിടാൻ നിൽക്കരുത്. നിന്ന് കഴിഞ്ഞാൽ വാൽവ് ഇടിച്ചിട്ട് പിസ്റ്റൺ പൊട്ടാൻ സാധ്യതയുണ്ട്. ഇതിലൊരു ഈ പാടാണ്, മറ്റേ ടൈമിംഗ് ചെയിൻ്റെ പാടേൻ. ഇതിൻ്റെ ടോപ്പിൽ ഒരെണ്ണമുണ്ട്, അത് ഫിക്സ്ഡാണ്. അത് ആ കവറിനകത്ത് ഫിക്സല്ല, ബോൾട്ടാണ് അത്. അത് ദൂരുമ്പോൾ അത് വരത്തില്ല. ഈ പാട അത് ഇടുക. പാടിന് വെട്ടുണ്ട്, വെട്ട് നോക്കിയാൽ കിട്ടാൽ മതി. ഈ ഒരു ടോപ്പ് വെട്ടേണ്ട, ആ ടോപ്പിൽ വരും. ആ ചെയിന് കറങ്ങുന്നത് അത് ചെയ്യണം. അതിൻ്റെ പാക്കിംഗ് ഉണ്ട്. അങ്ങനെ മെറ്റൽ പാക്കിംഗ് ഹെഡിന് വരുന്ന ഹീറ്റ് വരുന്നതായത് മെറ്റൽ പാക്കിംഗ് വരും. പിന്നെ ഇമ്പോർട്ടഡ് വേറൊരു കാര്യമുണ്ട്. ഈ ഇതിൽ പിന്ന് കണ്ട, ഈ സ്റ്റഡി പിന്ന്, ഇത് ഇടാൻ മറക്കരുത്. ഇതിനകത്താണ് ഇത് രണ്ടും ലോക്കായി നിൽക്കുന്നത്. സിലിണ്ടർ ഹെഡും ലോക്കായിരിക്കും. സിലിണ്ടർ ഹെഡും വരുന്നുണ്ട്, ഹെഡും വരുന്നുണ്ട്. ഇത് തിരിച്ചിങ്ങനെ ഈ താഴത്തെ വെട്ട് കണ്ട, താഴത്തെ വെട്ട് അടി വരും. ഈ വെട്ട് അടി വരും. ഇതെല്ലാ സ്കൂട്ടറിനും ഇങ്ങനല്ല, ഇത് ഡ്യുവറ്റ് അല്ലേ. എന്നിട്ട് ഹീറോയുടെ ഹോണ്ടയുടെ വണ്ടിയെല്ലാം ഇങ്ങനെ ഈ ഒരു സെയിം മെത്തേഡ് തന്നെ ആയിരിക്കും വരുന്നത്. ഇത് കറക്റ്റ് അതിൽ കൂടെ കയറ്റി കിട്ടാം. ഈ ഹെഡ് സെറ്റ് ചെയ്യാവേ. ഹെഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ഫുള്ള് ക്ലീൻ ചെയ്ത് ഇതിനകത്ത് 2 വാൽവും ഉണ്ട്. വാൽവ് മാറി ഇതിനകത്ത് സീല് വരും. ഈ വാൽവിൻ്റെ സീല് രണ്ടാണ് ഉള്ളിൽ വരും, ഇതിൻ്റെ ഉള്ളിലായിട്ട് വരുവേ. എന്നിട്ട് അതും മാറിയിട്ടുണ്ട്. ഇത് വളരെ നൈസായിട്ട് ക്ലീൻ ചെയ്ത് പുതിയ ബ്രഷിൽ ക്ലീൻ ചെയ്ത്, മെറ്റൽ ബ്രഷ് വരുന്നുണ്ട്, അത് ക്ലീൻ ചെയ്ത് തരുന്നതാണ്. എന്നിട്ട് നമുക്കത് സെറ്റ് ചെയ്യാം. അതിന് ആ വെട്ടുണ്ട്, വെട്ട് നോക്കിയിട്ടാൽ മതി. ടോപ്പിലോട്ട് അത് വന്ന് ടൈമിംഗ് ചെയിന് കയറ്റിയിടണേ. ഓക്കെ, അത് സെറ്റായിട്ടുണ്ട്. അതത്രയേ ഉള്ളൂ. അതിന് ഒരു 2 ബോൾട്ട് വരും, 10 നീളമുള്ള 2 ബോൾട്ട്. പക്ഷെ അത് ഇപ്പം ജസ്റ്റ് കയറ്റിയിട്ടാൽ മതി. അത് സിലിണ്ടർ ഇടും ടൈറ്റ് ചെയ്യുന്നതാണ്. ജസ്റ്റ് കയറ്റിയിട്ടാൽ മതി. ഇപ്പം മുറുക്കി കഴിഞ്ഞാൽ ഈ ചരിഞ്ഞ് പോകും മുറുകുമ്പോഴേ. ജസ്റ്റ് ഒന്ന് കയറ്റി ആ ഒരു ത്രെഡ് പിടിപ്പിച്ച് ജസ്റ്റ് ഒന്ന് വെച്ചാൽ മതി. ഇത് കഴിഞ്ഞാൽ അതിൽ ക്യാം ഷാഫ്റ്റും റോക്രാമും ഒക്കെ ഉള്ള ഹോൾഡർ ഉണ്ട്. ക്യാം ഷാഫ്റ്റ് റോക്രാം ഹോൾഡർ കഴുകി വെച്ചിരുന്നതാണ്. നമുക്ക് സെറ്റ് ചെയ്യാൻ നേരം നോക്കിയാൽ മതി ഇതിനകത്ത് വല്ല പ്രശ്നമുണ്ടോ, ഏതെങ്കിലും പോയിട്ടുണ്ടോ എന്ന് നോക്കിയിട്ട്. ടൈമിങ് ചെയ്യുന്ന സൈഡിലോട്ട് ഇതുണ്ട്, ഇടുക. അതിന് മുമ്പ് വേറൊരു കാര്യം നമ്മൾ ഉറവായി, അതിലും 2 സ്റ്റഡി പിന്ന് വരുവേ. ഇതാണ് സ്റ്റഡി പിന്ന് വരും. 1, 2 അതിൽ തന്നെ വരും. അത് ടോപ്പിലായിട്ടാണ് വരുന്നത്. 2 സ്റ്റഡി പിന്നിടുക, ഇത് സെറ്റ് ചെയ്യുക. ഓക്കെ, ഇതിന് ടോപ്പിൽ ഈ 12-ൻ്റെ ബോൾട്ടാണ് വരുന്നത്. 12-ൻ്റെ ബോൾട്ടും ഒരു വാഷറും വരുന്നുണ്ട്, 4 വാഷറും വരുന്നുണ്ട് എല്ലാ ഇതിനുമേ. വാഷർ ഇട്ടില്ലെങ്കിൽ അലുമിനിയത്തിൽ മുറുകുന്നതിൽ അലുമിനിയത്തേക്കും ത്രെഡ് പോകാൻ സാധ്യതയുണ്ട്.
12ൻ്റെ ബോക്സാണ്. ഞാൻ ഗണ്ണിട്ടാണ് മുറുക്കുന്നത്. മാക്സിമം ലോഡ് കുറച്ചിട്ട് മുറുക്കാൻ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ സ്റ്റഡ് അലുമിനിയത്തിൽ മുറുകുന്നത്, സ്റ്റഡ് അലുമിനിയത്തിൽ മുറുകാണ്ട് ഇത് ത്രെഡ് പോകാൻ ചാൻസ് ഉണ്ട്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഈ ബോൾട്ട് മുറുക്കാൻ ഇപ്പുറത്തെ ബോൾട്ട് ഉണ്ടല്ലോ, അത് മുറുക്കാൻ മറക്കരുത്. 10ൻ്റെ തീയിട്ടിട്ട് മുറിക്കാം. ഇല്ലെങ്കിൽ ടൈമിങ് സെറ്റ് ചെയ്യാൻ പോവാണേ. ഫോക്കസ് കിട്ടുന്നുണ്ടല്ലോ അല്ലേ. ടൈമിങ് ഇതിൽ 2 നമ്പറുണ്ട്, 1, 2 എന്ന് പറഞ്ഞിട്ട്. നേരം ഇത് കണ്ട, ഈ ഇവിടെ ടൈമിങ് സെറ്റ് ചെയ്യാമല്ലോ. ഈ ടോപ്പിൽ 1 വരണം, മുകളിൽ 1 വരണം, 2 താഴെ വരണം. അതുപോലെ തന്നെ ഇതേലൊരിതുണ്ട്, ടൈമിങ് ഉണ്ട് ഈ റൈറ്റ് ഇലയിൽ. ഈ ഒരു വെട്ടുണ്ട് ആ സിലിണ്ടറിൽ, ഈ എൻജിൻ കേസിൽ അതേ ഒരു വെട്ടുണ്ട്. അല്ലാതെ ഒരു മിനിറ്റ്, ഇതേലൊരു വെട്ടുണ്ട്. ഇത് കണ്ട ഒരു ടീ കണ്ട, ഇതിലൊരു ടീ ഉണ്ട്. ടീ കണ്ട, ആ ടീയും ഈ ടീയിലുള്ള ഒരു വരയുണ്ട്. ഇത് രണ്ടും സെയിം ആയിട്ട് വരണം. അതും സെയിം ആകണം. ഇതേലെ ഈ ഒരു 1, 2 കണ്ട, ഈ 1, 2 ഇങ്ങനെ ചരിഞ്ഞ് വരും. ഞാൻ സെറ്റ് ചെയ്ത് ഞാൻ കാണിച്ചു തരാം. ഇതുണ്ട, ഇതുപോലെ സെറ്റ് ചെയ്യണം. കാണാം ഈ വര കണ്ട, ഈ വര കറക്റ്റ് സ്ട്രെയിറ്റ് ഇതേ വരണം. സ്ട്രെയിറ്റ് 1 ഇവിടെ, 2 താഴെ വരും, 2 വരും. പിന്നെ ഈ ഒരു ടൈമിങ് ഉണ്ട്, ആ ടൈമിങ്ങും കറക്റ്റ് വരണം. ഫ്ലൈ വീലുള്ള കറക്റ്റ് വന്ന് സെറ്റ് ചെയ്താൽ മതി. അത് കഴിഞ്ഞിട്ടാണ് ടാപ്പറ്റ് മുറുക്കുന്നത്. ടാപ്പറ്റ് ലൂസാണ്. അത് കഴിയുമ്പോൾ ടാപ്പറ്റ് ഇത് ബോൾട്ട്, ഇവർ 2 8ൻ്റെ ബോൾട്ടാണ് വരുന്നത്. ആ ബോൾട്ട് ഇട്ട് മുറുക്കി കഴിയുമ്പോഴത്തേക്കും അത് കഴിഞ്ഞ് ടാപ്പറ്റ് സെറ്റ് ചെയ്യാം. അല്ല, ഈ ഒരു ബോൾട്ടാണ് വരുന്നത്, 8ൻ്റെ ബോൾട്ട്. ഇത് ടൈറ്റ് ചെയ്യുമ്പോഴും ശ്രദ്ധിച്ച് ടൈറ്റ് ചെയ്യണം, ഇല്ലെങ്കിൽ ഒടിഞ്ഞ് അതിലായിരിക്കും. അത് ഗണ്ണിട്ട് മുറുക്കരുത്. അല്ലാതെ ടീസ്പാനുണ്ട്, 8ൻ്റെ ടീസ്പാനുണ്ടല്ലോ, അതിട്ട് മുറിക്കാൻ മതി. മുറുക്കുമ്പോൾ ടൈമിങ് കറങ്ങാതെ നമ്മൾ ഒരു കൈ ഈ ഫ്ലൈ വീലെ പിടിച്ചിട്ട് ടൈറ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഒരു ചെയിൻ അഡ്ജസ്റ്ററുണ്ട്, ടെൻസറാണിത്. അതെടുക്കുക. അതിൽ ഒരു പാക്കിങ് വരുവേ. ഈ സൈഡ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് മാക്സിമം ക്ലീൻ ചെയ്തില്ലെങ്കിൽ ഓയിൽ ലീക്ക്, നമ്മൾ പുതിയ പാക്കിങ് ഇട്ടാലും ഓയിൽ ലീക്ക് വരാൻ സാധ്യതയുണ്ട്. ഇതിൽ മറ്റേ മെറ്റൽ പാക്കിങ് വരുന്നുണ്ടേ, ഹീറ്റ് വരുന്നതിലാണ് മെറ്റൽ പാക്കിങ് വരുന്നത്. ഇത് ഒരു മൈനസ് സ്ക്രൂ ഡ്രൈവർ ഇട്ടിട്ടെ, ചെറിയ മൈനസ് ഇട്ടിട്ട് അകത്തൊരു മൈനസിൻ്റെ ഇത് വരും. അതിട്ട് അഡ്ജസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഇതുണ്ട്, ഇത് അഡ്ജസ്റ്റ് ആയി ടൈറ്റ് ചെയ്തുകൊണ്ട് പാക്കിങ് വെക്കുക. ഓക്കെ, എന്നിട്ട് ഇതിൽ ടൈറ്റ് വെച്ച് മുറുക്കുകയാണ്. ഇതിന് 10ൻ്റെ ബോൾട്ടാണ് വരുന്നത്. 10ൻ്റെ ഈ ബോൾട്ടാണ് വരുന്നത്. അല്ലാതെ നമ്മൾ ഈ അഡ്ജസ്റ്റ് ലൂസാക്കാതെ മുറുക്കി കഴിഞ്ഞാൽ ടൈമിങ് ചെയിൻ വലിഞ്ഞ് കഴിയുമ്പോൾ ഈ ടെൻസർ പെട്ടെന്ന് കംപ്ലൈൻ്റ് ആവുമേ, ലോഡായിട്ടേ. നല്ല രീതിയിൽ മുറുക്കണം. മുറുക്കിയില്ലെങ്കിൽ അതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ ലീക്ക് വരാൻ സാധ്യതയുണ്ട്. നമ്മൾ മുറുക്കി കഴിഞ്ഞിട്ട് ഇത് ലൂസാക്കി വിട്ടാൽ മതി. ടൈമിങ് ചെയിൻ ടൈറ്റ് ആയൊന്ന് നോക്കണം. ടൈമിങ് ചെയിൻ നിലവിൽ ടൈറ്റാണ്. അതിലൊരു ഓറിങ് വരും, അതിൽ തന്നെ ഇരിപ്പുണ്ട്, ഈ നട്ട ഇരിപ്പുണ്ട് കേട്ടോ. ഓറിങ് നോക്കിക്കണം. ഓറിങ് നോക്കിയാൽ അതിൻ്റെ ടോപ്പിൽ കൂടെ ലീക്കാകും. അപ്പോൾ ഇത് വെച്ച് സ്റ്റാറിൻ്റെ സ്ക്രൂ ഡ്രൈവർ വെച്ച് മുറുക്കണം. സ്റ്റാറിൻ്റെ സ്ക്രൂ ഡ്രൈവർ എടുത്ത് നല്ല രീതി ടൈറ്റ് ചെയ്യണം. ടൈറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ടോപ്പിലെ കവറുണ്ട്. ഞാൻ ആദ്യം സാധാരണ പഴയ ആശാന്മാരങ്ങനെ വെക്കൂല. ക്ലീൻ ചെയ്ത് ഇത് ഹെഡ് കവറാണത്. മണ്ണൊന്നും ഇല്ലാതെ ക്ലീൻ ചെയ്യാം. ഇതിൻ്റെ ഒരു ഹെഡ് ബീഡിങ് ആണ്. ഇത് ഷുവറായിട്ട് മാറിക്കണം. നമ്മൾ ലീക്കില്ല എന്ന് പറഞ്ഞ് നിൽക്കേണ്ട. നമ്മൾ അഴിച്ച് ചെയ്യുമ്പോൾ എന്തായാലും ഡാമേജ്. 55 രൂപയുടെ കാര്യമുള്ള ഒറിജിനലേ.
അത് പൊട്ടിക്കുക, ഇതേ കയറ്റിയിടുക, വെച്ച് മുറുക്കുക. വെച്ച് മുറുക്കുമ്പോഴത്തേക്കും ഇത് കയറ്റിയിടുക. മണ്ണൊക്കെ അതിലുണ്ട്. അതിൻ്റെ ബോൾട്ടാട്ടോ ഇത്. ഒരു സ്റ്റെപ്പുള്ള ബോൾട്ടാണ്. ബോൾട്ടുണ്ട്. ഇതേ 2 സീലും വരുന്നുണ്ട്. അത് നല്ല പ്രധാനമാണ്. ആ സാധനം ഇല്ലെങ്കിൽ അത് ഓയിൽ ലീക്ക് അതിൽ വഴി വരും. ഇത് മുറുക്കുമ്പോൾ കെയർഫുള്ളായിട്ട് മുറുക്കുക. ഇത് ചെറിയൊരു ടിപ്പിലാണ് ഈ ത്രെഡ് കയറി മുറുകുന്നത്. മുറുക്ക് കറക്റ്റായില്ലെങ്കിൽ അതിൻ്റെ പിരി പോവുകയും ചെയ്യും, അവിടെ നിന്ന് ഓടുകയും ചെയ്യും. പിന്നെ കേസായിട്ട് മാറേണ്ടി വരും. നമ്മൾ പിരി കുറവാണെന്ന് വിചാരിച്ചിട്ട് അത് മൈൻഡ് ചെയ്യാതിരിക്കരുത്. എന്തായാലും ഷുഗർ നല്ല ഫോഴ്സിൽ ഓയിൽ വരുന്നതാണ്. ഓയിൽ വരുമ്പോഴത്തേക്ക് അത് ലീക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇത് സ്റ്റാർട്ടാക്കി കഴിഞ്ഞിട്ട് ഈ ടോപ്പിലത്തെ നട്ട് അഴിച്ച് നോക്കേണ്ടി വരും. നമുക്ക് ആ ഓയിൽ ലീക്ക് ആയിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് കൂടാണ് വെച്ച് മുറുക്കിയത്. സ്റ്റാർട്ടാക്കി കഴിഞ്ഞ് ഈ ടോപ്പിലത്തെ അടിയിലത്തെ ഈ ഏതെങ്കിലും ബോൾട്ട് അഴിച്ച് നോക്കണം. സ്റ്റാർട്ടാക്കി കഴിഞ്ഞിട്ട് ഓയിൽ ഇതുവഴി പമ്പാകുന്നുണ്ടോന്നേ. പമ്പാകുന്നില്ലെങ്കിൽ ഓയിൽ പമ്പ് കൂടെ മാറുന്നതല്ലായിരിക്കും. പക്ഷേ ഇതിനങ്ങനെ പ്രശ്നമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഓയിൽ പമ്പ് മാറാത്തത്. പിന്നെ ബാക്കി ഈ കവറൊക്കെ സെറ്റ് ചെയ്താൽ മതി. പ്ലാസ്റ്റിക് കയറാം. അത് പിന്നെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഞാൻ അന്നേരം ഓടി ഒന്ന് പെട്ടെന്ന് സെറ്റ് ചെയ്തിട്ട് എൻജിൻ കയറാൻ നേരത്തേക്ക് കാണിച്ചു തരാം. ഞാനിനി നമുക്ക് എൻജിൻ കയറ്റാവേ. എൻജിനെല്ലാം സെറ്റ് ചെയ്ത് മേടിച്ചിട്ടുണ്ട്. ഈ കയറ്റിയിട്ട് ഞാൻ എൻജിൻ കയറ്റുന്ന ഇങ്ങനെയാണ്. വണ്ടി ചരിച്ചിടും. വണ്ടി ചരിച്ചിട്ടിട്ട് ഇല്ല ഇതിൻ്റെ അടിയിൽ കൂടെ പിന്നെ സുഖമായിട്ട് ഒരാൾക്ക് എൻജിൻ കയറ്റാം. ഇതിൻ്റെ അടി ഇത്രയും ഗ്യാപ്പ് വരുമ്പോൾ ഇതിൻ്റെ അടിയിൽ കൂടെ കയറ്റി വിട്ടാൽ മതി. എൻജിൻ കയറി കഴിഞ്ഞിട്ട് കാണിക്കാവേ. നമ്മുടെ എൻജിൻ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ വണ്ടി സ്റ്റാർട്ടാക്കാനായിട്ട് പോകണേ. ഈ ഓണാക്കി കുറച്ചേരം ഈ ഐഡിയയിൽ നിൽക്കണം. മറ്റേ ബോർ ചെയ്തതുകൊണ്ട് ഈ ഐഡിയയിൽ കുറച്ച് നേരം നിന്ന് ഒരു 10-15 മിനിറ്റ് ഓണായിരുന്നു. നമ്മുടെ പണി ഫിനിഷ് ആയിട്ടുണ്ട്.